ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ പുലാവ് റൈസാണ്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഒരു മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് കൂട്ടുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി എരിവുള്ളതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വേപ്പിലയും ഒരു 4 പച്ചമുളക് ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് ഫ്രൈ ചെയ്യുന്നേക്കാളും ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാം നമ്മളുടെ മീനിൽ നന്നായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇതേപോലെ ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഹാഫ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു വളരെയധികം ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു കറി ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ ഒരൊറ്റ മീൻ ഫ്രൈ മതി ചോറ് കഴിക്കാനായിട്ട്. ഇനി നമ്മൾക്കൊരു ഹാഫ് തക്കാളി കൂടി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഹാഫ് തക്കാളിയും 4 പച്ചമുളകും കുറച്ച് വേപ്പില കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ്. 1 ടേബിൾ സ്പൂൺ കട്ട തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട തൈരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഏത് മീനിനും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മസാല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കടമാന്തളാണ്, നല്ല വലിയ കടമാന്തളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ആയാലും മതി. അപ്പോൾ നമ്മളുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കുക. നന്നായിട്ട് നമ്മളിതിൽ തേച്ച് പിടിപ്പിക്കണം. അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പലിഞ്ഞിൻ നമുക്ക് വലുത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടെ ഒന്ന് മസാല പുരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പലിഞ്ഞിൻ കൂടെ ഇതിലേക്ക് നന്നായിട്ട് മസാല പരട്ടി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ മീൻ ഫ്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു രുചിയൊക്കെ എന്ന് പറയുന്നത് ഒരു വേറെ രുചിയാണ്. നമ്മൾ ചിക്കനൊക്കെ പറ്റുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഓയിലിൽ ഫ്രൈ ചെയ്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ആ ഒരു പച്ചമുളകും സവാളയും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇതിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ അരച്ച് കൂട്ടുന്നേക്കാളും ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീൻ ഫ്രൈ ഇഷ്ടപ്പെടും. ഇതേപോലത്തെ മസാല ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾക്ക് പുലാവ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 അല്ലി മാത്രം എടുക്കാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ വെളുത്തുള്ളിയുടെ മണം അധികമായാൽ റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 3 കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾക്ക് 2 തക്കാളി, ഞാൻ നല്ല പഴുത്ത 2 തക്കാളി കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഗ്രൈൻഡറിൽ തന്നെ നമുക്കെല്ലാം മാറി മാറി നമുക്ക് അരച്ച് കൊടുക്കാം. അപ്പോൾ അത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. 1.25 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ അരിയൊക്കെ നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ജീരകശാല അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകി നമ്മൾക്കൊരു 5 മിനിറ്റ് നമ്മൾക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമ്മൾക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 6 kg ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറായാലും ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ല ടേസ്റ്റാണ് ഈ റൈസിന്.
അപ്പോൾ ബട്ടർ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ RKG ഇട്ട് കൊടുത്തത്. അതിലേക്ക് നമ്മൾ ഒരു 3 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നപ്പോൾ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതും മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ഒരു തക്കാളിയുടെ കൂട്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുരുമുളക് പൊടിയും ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതും സെറ്റായി വന്നപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സ്മോൾ പീസാക്കിയിട്ട് തന്നെയാണ് ചിക്കനൊക്കെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത് മൂടി വെച്ച് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ അരി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെള്ളം അളന്ന് വെക്കുമ്പോൾ ആ ഒരു കണക്ക് കിട്ടണമെങ്കിൽ ഇത് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റണം. അപ്പോൾ നമ്മളുടെ ആ വെള്ളം വറ്റി വന്നപ്പോൾ ഞാനതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിലരൊക്കെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇനി സാധാ വെള്ളം തന്നെ അളന്നിട്ട് അരിനേക്കാളും 1 ഗ്ലാസ് കുറവിലാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 8 ഗ്ലാസ് വെള്ളം വെക്കണം. അതിന് ഞാൻ 7 ഗ്ലാസ്സേ വെച്ചിട്ടുള്ളൂ. ഇനി ഒരു ലെമൺ കൂടെ അതിലേക്ക് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും തൈരും കൂടി അരച്ച് വെച്ചത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് നിങ്ങൾ വെച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വെക്കണം. എനിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിതിലേക്ക് ചേർക്കാത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വെള്ളം വറ്റുന്നതിനനുസരിച്ച് ഈ ചോറ് ഇങ്ങനെ തിങ്ങി കൊണ്ടുവരും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾക്ക് ചെമ്മീൻ വെച്ചിട്ടും ഈ റൈസ് ഉണ്ടാക്കാം. ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യണം. ഇതേപോലെ പുലാവ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചെടുത്തത്. പക്ഷെ നല്ല ടേസ്റ്റും രുചിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമ്മൾ റൈസ് വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ റൈസ് വെച്ച് വെക്കുക. അപ്പോൾ ചെമ്മീനായാലും ചിക്കനായാലും ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത് ഈ പ്രാവശ്യം ഞാൻ വെച്ചപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാതെ വെച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കുക. നല്ല ഈസിയാണ്, എളുപ്പമാണ്. അതേപോലെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾക്ക് വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റൈസിലേക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് തൈരും അതേപോലെ തന്നെ സവാളയും പച്ചമുളകും വിനീഗറും ഉപ്പും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്ത ആ ഒരു സാലഡ് കൂടി ഉണ്ടെങ്കിൽ ഈ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു സൈഡ് ഡിഷാണത്. പിന്നെ പപ്പടമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിലൊക്കെ കഴിക്കാം. പക്ഷേ ഈ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. ഇത് നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ വെക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ പുലാവ് റൈസും ഫിഷ് ഫ്രൈയുടെ മസാലയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെയൊക്കെ റൈസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, അധികം സാധനങ്ങളും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.